ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേരള എക്സ്പ്രസ്സിലാണ്. കേരള എക്സ്പ്രസ് നമ്മൾ പാലക്കാട് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ജസ്റ്റ് വരങ്കലിലേക്ക് എത്തുന്നു. നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കാണുക, കണ്ടിട്ട് കണ്ടാൽ മതി കേട്ടോ. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ വരങ്കൽ സ്റ്റേഷനിലോട്ട് കയറുന്നതിൻ്റെ ഭാഗമായിട്ട് സൈഡിൽ കുറച്ച് സൈഡിങ് ലൈൻസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ഇറങ്ങാണ്ട് ലെഫ്റ്റാണ് നമുക്ക് പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടെ ഒരു പെട്രോളിയം സൈഡിങ് ഉണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഒരു അമ്പലമാണെന്ന് തോന്നുന്നു, ഒരു ഗോപുരം കാണാൻ എനിക്ക്. കുറച്ചധികം പേര് ഇറങ്ങാനുള്ളതുകൊണ്ട് ലെഫ്റ്റ് ഡോർ ഓക്കുപ്പൈഡാണ്. വരങ്കൽ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഷോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെ ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് അതേ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ തെലങ്കാനയാണ് കേട്ടോ. ഇപ്പോൾ തെലങ്കാനയിൽ നമ്മൾ ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിലേക്ക് കയറിയായിരുന്നു. അപ്പം അങ്ങനെ സമയം 1:47 നമ്മൾ വരങ്കലിലെത്തിയിട്ടുണ്ട്. ഇതാണ് വരങ്കൽ സ്റ്റേഷൻ. നമ്മൾ 1:48 നമ്മളിവിടെ എത്തിയായിരുന്നു. 1:48 നമ്മൾ വരങ്കലിലെത്തി. ഇതൊരു കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്ലാറ്റ്ഫോം സ്റ്റാർട്ടറായി കഴിഞ്ഞു. മണി 1:51 ആയതുള്ളൂ. സ്റ്റാർട്ടറായി. ആകെ 3 മിനിറ്റ് വണ്ടി നിന്നത്. സമയം 1:51. നമ്മുടെ ഇവിടെ സ്റ്റേഷനിൽ വന്നതും ബിരിയാണിയാണ്. എനിക്ക് ബിരിയാണി വേണ്ട. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് രാമകുണ്ടമാണ്. ഏകദേശം 3 മണിയോടുകൂടി നമ്മളവിടെ എത്തുക. അപ്പോൾ കുറച്ച് നേരം നോൺ സ്റ്റോപ്പ് റൺ ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് 2-3 ക്രോസിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് നിൽക്കായിരുന്നു. സ്റ്റേഷനോടുള്ള എൻട്രിയോ പിടിക്കാൻ പറ്റിയില്ല. എക്സിറ്റെങ്കിലും പിടിച്ചേക്കാം. ലൂപ്പ് ലൈൻ ഡിപ്പാർച്ചർ ആയതുകൊണ്ട് ആംബർ കളർ സ്റ്റാർട്ടർ ആയിരുന്നു. പ്ലസ് റൈറ്റിലോട്ട് മിക്കി ഉണ്ടായിരുന്നു. കാര്യം ഈ ലൈന് നേരെ ടുവേർഡ്സ് കാസിപ്പേട്ട് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ വലത്തോട്ട് കയറിയിട്ട് നമ്മൾ കാസിപ്പേട്ട് ബൈപ്പാസ് വഴി നമുക്ക് പോകണം. വരങ്കൽ ഫോർട്ട് എന്നോ മറ്റോ തോന്നുന്നു സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ വരങ്കലിന് പുറത്തു. വരങ്കൽ സ്റ്റേഷൻ നമ്മൾ പുറത്തോട്ടാണ്. വരങ്കൽ ഫോർട്ടല്ല, കാസിപ്പേട്ട് ടൗൺ എന്നാണ് ബൈപ്പാസ് സ്റ്റേഷൻ്റെ പേര്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ. എന്ത് അമ്പലം എന്ന് പറയാൻ നോക്കിയിട്ട് ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് കയറുന്നു. ഇനി ഈ ലൈനാണ് ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ടങ്ങ് പോവുക. നമ്മുടെ എന്താ പറയുക, ബലാർഷ സൈഡിലേക്ക് പോവുക.
വാരങ്ങളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ആയെങ്കിലും വണ്ടി ഇതാ എപ്പം ഉരുണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പതുക്കെ സ്പീഡ് പിടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി എത്തത് ലൈനിലൊരു പച്ച സിഗ്നൽ ഉണ്ട്. ഏത് വണ്ടിയാണോ നല്ലത് കൂടി എത്തില്ല, കാരണം നമ്മൾ സ്പീഡ് പിടിച്ചു തുടങ്ങി. അപ്പോൾ ലഞ്ച് വന്നു കേട്ടോ. മീൽസ് മേടിച്ച് വെച്ചു. 150 രൂപയാണ് മീൽസിന്. ബൃന്ദാവനല്ല, അവന്മാർ മറ്റേ സ്ഥിരം പരിപാടിയാണ്, സ്ഥിരം കലാപരിപാടി. അതായത് പനീറിൻ്റെ ഒരു കൂട്ടാൻ വെച്ചിട്ട് 150 രൂപ മേടിക്കുന്ന പരിപാടി. എന്തായാലും അവിടെ ഇപ്പോൾ ഫുഡ് മേടിക്കണമായിരുന്നു, ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബൈപ്പാസ് കഴിഞ്ഞിട്ട് പോയി കഴിക്കാം. അപ്പോൾ നമുക്ക് 2 ഓവർടേക്ക് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സെക്കൻഡറാബാദ് നാഗ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്സും അതുപോലെ ചെന്നൈ നിസാമുദ്ദീൻ ഗരീബ് രത്ത് എക്സ്പ്രസ്സും, ഇത് രണ്ടും നമ്മൾ ഓവർടേക്ക് ചെയ്യും എന്നാണ് ഞാൻ ഇതിന് കണ്ടത്. വേറെ സ്മേറ്റിൻ്റെ ടൈമിങ്സ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ നമ്മളങ്ങനെ കാസിപ്പേട്ട് ബൈപ്പാസിലേക്ക് എത്തുന്നു. ഇവിടെ കാസിപ്പേട്ടിലൂടെ റെയിൽവേയുടെ പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നുണ്ട്. കോച്ച് മാനുഫാക്ചറിങ് മെമ്മു ഒക്കെ ബിൽഡ് ചെയ്യുന്നതാണ് പറയുന്നത്. മെമ്മു മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് മെമ്മൂസ് ആവശ്യമുണ്ട്. നമ്മുടെ എന്താ പറയുക, പാസഞ്ചർ ട്രെയിനൊക്കെ മെമ്മു വെച്ച് കൺവേർട്ട്. ഇതാണ് കാസിപ്പേട്ട് ജംഗ്ഷൻ ബൈപ്പാസ് ക്യാബിൻ. പാസഞ്ചർ ട്രെയിനുകളെല്ലാം മെമ്മു ആക്കണം. മെമ്മുവിൻ്റെ പക്ഷേ സീറ്റുകളൊന്നും കൂടെ നന്നാക്കാനുണ്ട്. കുറച്ചും കൂടെ നല്ല സീറ്റ് വേണം. അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് കുറച്ച് മെമ്മൂസിലെങ്കിലും, പ്രത്യേകിച്ച് ഈ 200 കിലോമീറ്ററൊക്കെ പോകുന്ന മെമ്മൂസിലൊക്കെ ഒരു AC കോച്ച് കൊടുക്കുക. നമ്മുടെ നമോ ഭാരത്തിൻ്റെ AC കോച്ചില്ലേ, അതിന് ഒരു നമോ ഭാരത്തിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുക. ആ റേറ്റിന് ഒരു 2-3 AC കോച്ച് കൊടുക്കുക. അപ്പോൾ നമോ ഭാരത്ത് മറ്റേ മെമ്പർ ഓടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കാസിപ്പേട്ടിലേക്ക് പോകുന്ന ലൈന്. ആ ലൈൻ നേരെ കാസിപ്പേട്ട് സ്റ്റേഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ കാസിപ്പേട്ട് ടൗൺ സ്റ്റേഷൻ വഴി ടുവേർഡ്സ് ബലാർഷ പോകും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ട്രയാങ്കിളിലെ 3 ലൈനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ലൈനിൽ ഇതിന് മുമ്പേ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നത് വീഡിയോ എടുത്തില്ലായിരുന്നു. അന്നത് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ലായിരുന്നു. റെയിൽവേയുടെ എന്തോ ഒരു ട്രാക്ക് മെയിൻ്റനൻസ് മെഷീൻ്റെ ബേസ് ആണെന്നും, അപ്പോൾ അങ്ങ് അറ്റത്തുനിന്ന് വരുന്നത് കാണാം. അത് പിറ്റ് ലൈൻ പോലെ എന്തോ സംഭവിക്കുന്നു. വാഗൺ മെയിൻ്റനൻസ് ഇപ്പോൾ ഉണ്ടെന്ന്. കാസിപ്പേട്ട് ഈ ക്യാബിൻ പിന്നെ അപ്പുറത്ത് കൂടെ ഫ്ലൈറ്റ് പോകണം. അതായത് കാസിപ്പേട്ടിൽ നിന്ന് വരുന്ന ലൈന് നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ആ ലൈൻ തന്നെ. ആ ലൈനാണ് കാസിപ്പേട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ കാസിപ്പേട്ടിൽ നിന്ന് ട്രെയിനുകൾ വന്ന് കയറുന്ന ആ ലൈൻ വഴിയാണ്. ഇവിടെ ഇനിയും കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ. കാസിപ്പേട്ട് ഭാഗത്തേക്ക് പോകാനുള്ളൊരു ഫ്രൈറ്റ് അപ്പുറം നിൽക്കുന്നുണ്ടോ, കയറി വരുന്നുണ്ട്. അതൊക്കെ NKJ ന്യൂ കട്നി ജംഗ്ഷൻ ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ ലോക്കോസാണ് രണ്ടും. മറ്റേ സിമെൻറ്റ് ടാങ്കർ റേക്കാണ്, സിമെൻറ്റ് ബൾക്കർ റേക്കാണ്. ഇവിടെയായിട്ട് ഒരു ക്രോസ് ഓവർ അണ്ടർപാസ് ഉണ്ട്. അതും കൂടി കാണിച്ചിട്ട് ലഞ്ച് കഴിക്കാൻ പോകുന്ന വെച്ചിരിക്കുക ഞാൻ. ഇത് തന്നെ വേണ്ട, ഇതൊരു അണ്ടർപാസ്സാണിത്. ഇത് ഒരു ട്രാക്ക് അടിയിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. അടിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ ക്രോസ് ചെയ്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ വന്ന് കയറുവാൻ. വളരെ യുണീക്കായിട്ടുള്ളൊരു അലൈൻമെൻറ്റാണിത്. ഇത് നമ്മുടെ കൊങ്കു എക്സ്പ്രസ് വീഡിയോയിൽ ഞാൻ അപ്പുറത്തെ ലൈനിൽ നിന്ന് ഈ അലൈൻമെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊങ്കു എക്സ്പ്രസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. എന്നാൽ പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഇതാ ഇവിടെ ആയിട്ട് ആ ലൈൻ വന്ന് കയറും, കണ്ടോ? ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്നാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഫ്ലൈറ്റുകൾക്ക് ട്രാക്ക് ബ്ലോക്ക് ചെയ്യാണ്ട് സൈഡ് പാസ് ചെയ്യാം.
ആദ്യത്തെ റണ്ണിങ് ഓവർടേക്ക്. ഈ സെക്ഷനിൽ ചറ പറയുന്ന ഫ്രൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചറ നമ്മൾ ഓവർടേക്ക് ചെയ്യും. ഭിലായ് ഷെഡിൻ്റെ ലോക്കോസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതാണ്, 150 രൂപയുടെ ലഞ്ച്. അതേപോലെ ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ലഞ്ചിലുള്ളത്. ലഞ്ചിൽ റൈസുണ്ട്, പിന്നെ ഒരു പട്ടാണിക്കറി ഉണ്ട്, 2 കഷ്ണം പനീറിട്ട് പനീർ കറി എന്ന് വിളിക്കുന്നുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, ദാളുണ്ട്, ഒരു സ്വീറ്റും 3 പറാട്ടയുണ്ട്. ടേസ്റ്റ് നോക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാൻ പറാട്ടയും പനീർ കറിയുടെയാണ് ടേസ്റ്റ് നോക്കുന്നത്. ഭക്ഷണങ്ങളാട്ടോ പറയാൻ പറ്റില്ല. ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉരുളക്കിഴങ്ങ് കറിയും കൊള്ളാം. നല്ല ചൂടായി, നല്ല ഭംഗിയുള്ളൊരു പ്രദേശമായിരുന്നു. ഡോർ തുറന്നപ്പോഴേക്കും ആ ഭംഗിയെ തീർന്നു മാത്രം. ഞാൻ ലഞ്ച് കഴിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഡോറിലോട്ട് വന്നുള്ളൂ. ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഏതോ ഒരു ട്രെയിനെ ക്രോസ് ചെയ്തു. ഒരു NHB ട്രെയിൻ ആയിരുന്നു, ബാസ്റ്റവനായിരുന്നു തോന്നുന്നു. ലോക്കോ ഒന്നുമില്ല, സ്ലീപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ രാജധാനിയല്ല, മിക്കവാറും തെലങ്കാന എക്സ്പ്രസ് ആയിരിക്കും. ബിസുഗിരി ഷരീഫ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക. നമ്മളിവിടെ നിർത്തുകയാണ്. അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടാണ്. അല്ല, കടന്നു പോവാ. നിർത്തുകയല്ല, ആംബർ സിഗ്നൽ. നമ്മൾ ലെഫ്റ്റ് ലൈനിലോട്ട് കടത്തി വിടാൻ പോകാൻ തോന്നുന്നു. ലെഫ്റ്റ് 3rd ലൈനിലോട്ട്. നമ്മളങ്ങനെ 3rd ലൈനിലോട്ട് വിടുകയാണ്. നമുക്കിനി ബലാർഷയ്ക്ക് മുമ്പ് 2 സ്റ്റോപ്പുണ്ട്, രാമകുണ്ടവും സിർപൂർ കാഗസ് നഗറും. നാഗ്പൂർ ഷെഡിന് 60348. ഈ നടുക്കലത്തെ ലൈൻ ബൈ ഡയറക്ഷനിലാണ് എൻ്റെ അറിവിലും. ഇനി അങ്ങോട്ട് നമ്മൾ പെద్దപ്പള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒന്ന് നിൽക്കുക. നമ്മൾ അല്പം മുമ്പ് ബാംഗ്ലൂർ രാജധാനി ക്രോസ് ചെയ്തു, അത് ഞാൻ മിസ് ചെയ്തു. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിൽ പോയിരുന്നു. കാര്യം രാജധാനി അപ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ അകലെയായിരുന്നു.
നമ്മളത് തിരിച്ചറിഞ്ഞ് ക്രോസ് ചെയ്യാറായി എന്ന് കാരണം എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞങ്ങ് പോയി. അത് മിസ്സായി. പെద్దപ്പള്ളി സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡ് നമുക്കിപ്പോൾ സ്റ്റാർട്ടറായി. അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ആയിരുന്നു. ഡബിൾ ആംബറിൽ നമ്മൾ എടുക്കുന്നു. ഇതൊന്ന് പെద్దപ്പള്ളി ജംഗ്ഷൻ. ഇവിടെ നിന്ന് എങ്ങോട്ട് ലൈൻ പോകുന്നതൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലൈൻ എന്തായാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയി, ഞാൻ പോകുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നെൽകൃഷിയുണ്ട്, ഇത് ഭംഗിയുണ്ട്. നെൽകൃഷിയുള്ള സ്ഥിതിക്ക് അപ്പോൾ തീർച്ചയായും ഇവിടെ വെള്ളത്തിൻ്റെ സ്രോതസ്സുണ്ട്. പുഴയോ ഡാമോ എന്തെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവണം. അല്ലാണ്ട് വെള്ളത്തിൻ്റെ സ്രോതസ്സിലാണ്ട് ഇങ്ങനെ നെല്ല് വളർത്താൻ പറ്റില്ല. ട്വിൻ G7 ഹോൾഡർ കൽക്കരി വണ്ടിയാണ്. ഗുണ്ടകൽ ഷെഡിൻ്റെ ലോക്കോസാണ്. രാഘവപുരം. അടുത്ത സ്റ്റേഷൻ രാമകുണ്ടമാണ്. ഈ സ്ട്രെച്ച് ഫുൾ കൽക്കരി ട്രെയിനുകളാട്ടോ, രണ്ട് ഡയറക്ഷനിലും. റണ്ണിങ് ഓട്ടേക്കാ. നേരത്തെ പറഞ്ഞ പുകക്കുഴലുകൾ ഒന്ന് കാണാം. ഇവിടെ രാമകുണ്ടം NTPCയുടെ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെയാണ് ആ കാണുന്നത്. എനിക്കൊന്ന് രാമകുണ്ടം മറ്റേ തെർമൽ പവർ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണെന്ന് തോന്നുന്നു. ബാക്കിൽ തെർമൽ പവർ സ്റ്റേഷൻ കാണാം. മിക്കവാറും അങ്ങോട്ട് ഫ്രൈറ്റ് കൊണ്ടുവന്ന ലൈനായിരിക്കും അത്. രാമകുണ്ടം സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. അത് രാമകുണ്ടം സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ ഓൺ ടൈം ആണെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. സമയം 3:14.
അപ്പോൾ നമ്മളങ്ങനെ രാമകുണ്ടം സ്റ്റേഷനിലെത്തി. സമയം 3:15, 3:15. ചാറ പറയുന്ന ഫ്രൈറ്റേഴ്സ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഫ്രൈറ്റർ കയറി വരുന്നുണ്ട്. അതാ കയറി വരുന്നു. രാമകുണ്ടത്ത് വലിയ വാഗൺ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ആ കാണുന്നത് വാഗൺ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പാണ്. ഇവിടെ ഒരു റോർക്കല ഷെഡിൻ്റെ ട്വിൻ G9 ഹോൾഡ് ഫ്രൈറ്റർ ഉണ്ടായിരുന്നു. ഗുന്തക്കൽ ഷെഡിൻ്റെ ട്വിൻ വാഗ് 7s ആണ്, 27293. രാമകുണ്ടത്ത് പുറപ്പെട്ടു. നമ്മുടെ നാഗ്പൂരിലേക്ക് എന്നുള്ള വന്ദേ ഭാരത്, സെക്കൻഡരാബാദ് നാഗ്പൂർ വന്ദേ ഭാരത് നമ്മൾ തൊട്ട് പുറകിലെത്തിയിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുന്നു കണ്ടേക്കാം. രാമകുണ്ടം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഡബിൾ ആംബർ സിഗ്നൽ നമ്മൾ വിട്ടത്. നമ്മളിപ്പോൾ അധികം താമസിച്ചത് ചണ്ഡീഗഡ് മധുരൈ എക്സ്പ്രസ്സിനെ കുറിച്ച്. ഇതാണ് രാമകുണ്ടത്തെ ബോക്സ് റിപ്പയർ ഓവറോൾ ഡിപ്പോ, വാഗൺ റിപ്പയർ വർക്ക്ഷോപ്പ്. അങ്ങനെ രാമകുണ്ടത്തുനിന്ന് പുറപ്പെട്ടു. ബാക്കിൽ നമ്മുടെ പവർ സ്റ്റേഷൻ കാണാം. ഇനി നമുക്ക് ഇവിടുന്ന് 78 കിലോമീറ്ററോ മറ്റാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ സിർപ്പൂർ കാർഗസ് നഗറിലേക്ക്. പക്ഷേ ദൂരം ഓടാൻ നമുക്ക് 2 മണിക്കൂർ ടൈം തന്നിട്ടുണ്ട്. അപ്പം അതിന് ഇടയ്ക്കിട്ട് നമുക്ക് ഓവർടേക്ക് സെറ്റ് ചെയ്യുമായിരിക്കും അവർ. സിദ്ധംപേട്ട് ആരക്കോണത്തിന് ട്വിൻ വാഗ് 9s. ഇടയ്ക്ക് നടിക്കുന്ന ചൂട് കാറ്റ് സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് കൂടെ ഏതൊരു ട്രെയിൻ പോകുന്നുണ്ട്. ചണ്ഡീഗഡ് മധുര എക്സ്പ്രസ് ആയിരുന്നു. അത്യാവശ്യം നല്ല നീളമുള്ളൊരു പാലമായിരുന്നു. പാലത്തോട് കയറുന്നത് മിസ് ചെയ്തു. ഇതാണ് മഞ്ചേരിയിൽ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇവിടെ സ്റ്റോപ്പുള്ള ഏതോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നി. യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നത് കാണാം. ഈ റോഡിന് 3074
SMBT കട്ടറ തിരുനെൽവേലി ഇപ്പോഴത്തെ നവയുഗ എക്സ്പ്രസ്. രവീന്ദ്ര ഖനി സ്റ്റേഷനാണിത്. ഇവിടെയാണ് എൻ്റെ അറിവിൽ സിംഗാരണി കൊളിയറേസിൻ്റെ യൂണിറ്റ് ഉള്ളത്. ഉറപ്പില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ. ഞാൻ പറഞ്ഞ പോലെ കൊളിയറേസിലേക്ക് പോകുന്ന ലൈൻ ഉണ്ട് ഇവിടെ കാണാം. അതിനിടെ കൂടെ ലൈൻ വരുന്നുണ്ട്, അതാണ് സംഭവം. എൻ്റെ ഓർമ്മ കറക്റ്റായിരുന്നു. ഒരു വാട്ട്വെൽബി ഹോളിൻ്റെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. സാബർമതി ഷെഡുണ്ട് 6059. മന്ദമർരി എന്ന സ്റ്റേഷനിലേക്ക് എത്തണം. മന്ദമർരി ആ നേരത്തെ കണ്ട ആ സൈഡിങ് ലൈനാണ് അപ്പുറത്ത് കൂടെ വരുന്നത്, പവർ സ്റ്റേഷൻ അപ്പുറത്ത് കൂടെ വരുന്നത്. ഈ മന്ദമർരി എന്ന് പറഞ്ഞ സ്റ്റേഷൻ വന്ന് കയറുന്നത്. നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ലൂപ്പ് ചെയ്യാണ്, മറ്റേ വന്ദേ ഭാരതിനെ കട്ടിയുടെ തന്നെ. പക്ഷെ അങ്ങനെയല്ല. മന്ദമാരി മന്ദമാരി അസാധ്യ ചൂടാട്ടോ. സമ്മറിൽ ഇതൊക്കെ വഴി ഈ റൂട്ടിൽ കൂടെ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നവരെ സമ്മതിക്കണം. ഏതോ അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ ഒരു വാപ്സൺ ഹാളിൽ ട്രെയിൻ കിടക്കുന്നുണ്ട്. അങ്ങേറ്റത്തൊരു DG4 ഹാളിൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. ഏതൊരു ഇൻട്രസിറ്റിയാണ്. ഇറ്റാർസി ഷെഡിൻ്റെ 37091 ആണല്ലോ. കാഗസ് നഗർ എക്സ്പ്രസ്, സെക്കൻഡറാബാദ് സേർപൂർ കാഗസ് നഗർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേക്കാർ അവരുടെ ഇൻ്റർസിറ്റീസിലൊക്കെ AC എക്കണോമി കോച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ AC ചെയർക്കാർ AC എക്കണോമി ഉണ്ട്. അപ്പോൾ ഇരുന്ന് പോകണ്ടാത്ത അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബർത്താണ് കൂടുതൽ സുഖം. അപ്പോൾ AC എക്കണോമി ബുക്ക് ചെയ്താൽ സുഖമായിട്ട് കിടന്നു പോകാം. അതൊരു നല്ല കൺസെപ്റ്റാണ്. നമ്മുടെ സദേൺ റെയിലിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞാൽ. എന്താ സംഭവം നോക്കണം. എപ്പോഴും വന്നു അപ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ടറായി. ബെല്ലംപള്ളിയിൽ നിന്ന് എടുക്കുക. ഇവിടെയാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഞാൻ വെച്ചാൽ വന്ദേ ഭാരതിനെ കയറ്റിയിടാനുള്ള ഒരു പരിപാടിയാണ്. വന്ദേ ഭാരത് നമുക്കൊരു 20 കിലോമീറ്റർ ബാക്കിലുണ്ട്, 2 സ്റ്റേഷൻ പുറകിലുണ്ട്.
വെല്ലമ്പള്ളി ഇത്രയും വലിയ ഈ ഫ്രൈറ്റ് ആയിട്ട് വരാനുള്ള കാരണം എന്താണോ? വലിയ ആട വാഗൺ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. വിജയവാഡയുടെ AP എക്സ്പ്രസ് ആണ്, ന്യൂഡൽഹി വിശാഖപട്ടണം. നമ്മുടെ മുന്നിൽ ഈ ലൈനിൽ വേറെ വണ്ടി പോയിട്ടുണ്ട്. നമുക്കത് വീണ്ടും ആംബർ കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് വെല്ലമ്പള്ളി നമുക്ക് ആംബർ കിട്ടി നമ്മളൊന്ന് നിന്നതാണ്. അത് വീണ്ടും ആംബർ. ഫ്രണ്ടിൽ ഏതോ പതുക്കെ പോണ വണ്ടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഈ ഫ്രൈറ്റേഴ്സിനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടി പണിതിരിക്കുന്ന ലൈനാണെന്ന് തോന്നുന്നു, ഓവർടേക്സിന് വേണ്ടിയാണ്. കാര്യം എല്ലാ സ്ഥലത്തും പ്ലാറ്റ്ഫോം മെയിൻ ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഓവർടേക്കിന് വേണ്ടി ഫ്രൈറ്റേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ലൂപ്പ് ലൈൻസ് പല സ്ഥലത്തും ഉണ്ടാക്കാൻ അങ്ങനത്തേതാണെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ്ലി നമുക്കും സിർപ്പൂർ കാഗസ് നഗറിൽ ഹോൾട്ടുണ്ട്, വന്ദേ ഭാരതിനവിടെ ഹോൾട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരതിന് പറയാൻ പറ്റില്ല, നമ്മൾ സിർപ്പൂർ കാഗസ് നഗറിൽ കൊണ്ട് നമ്മൾ നിർത്തുമായിരിക്കും. വന്ദേ ഭാരത് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകുമായിരിക്കും. പുത്തൻ BOXN LB2D നമ്മളെപ്പോഴാണോ മിഡ് ലൈനിലേക്ക് കയറിയത്? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ മിഡ് ലൈനിലേക്ക് കയറിയത്. അകത്ത് പോയിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ലോഡഡ് കൽക്കരി റേക്ക് കിടക്കുന്നു. അവിടെ ലോഡിങ് ഇത് കാണാം നമുക്ക്. കൺവെയർ ബെൽറ്റ് ഉണ്ട് അവിടെ. അവിടെ നിന്ന് ലോഡ് ചെയ്ത് വന്ന റേക്കാണത്. ടിപ്പിന് ഓവർടേക്കാണ്. നമ്മളെ മിഡ് ലൈനിൽ നിർത്തിയിട്ട് മെയിൻ ലൈൻ വഴി പോവാം. അപ്പം അങ്ങനെ ഒരു ഓവർടേക്ക് കഴിഞ്ഞു. വന്ദേ ഭാരത് പോയി. ഇനിയിപ്പോൾ ഗരീബ് രത്ത് വരാനുണ്ട്. ഗരീബ് രത്ത് ഇപ്പോൾ ഏകദേശം മഞ്ചേരിയിലൊക്കെ കഴിഞ്ഞു. അവന് 15 നിമിഷത്തിൽ കയറി വരും. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിലെത്തും മിക്കവാറും. അടുത്ത ക്രോസിങ്ങിനുള്ള സമയമായി. നവജീവൻ എക്സ്പ്രസ് ആണ്. റോയപ്പുറത്തിൻ്റെ 30556. ആ ഓവർടേക്ക് കഴിഞ്ഞതും നമ്മളെ വീണ്ടും മറ്റേ ലൈനിലേക്ക് കയറ്റി. ഇതിൽ നല്ല വന്ദേ ഭാരതിനപ്പുറത്ത് കയറ്റി വിടുന്നായിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട്. കീസൺ ഹോളിലെ ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലെ ലൈൻ ബൈ ഡയറക്ഷനിലാണ് കേട്ടോ. അതങ്ങനെ ബൈ ഡയറക്ഷനിൽ ഇത് മനസ്സിലാവുന്നില്ല. റോയപ്പുറത്തിന് 30561 ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്.
മൂന്നാമത്തെ ലൈനിൽ OH ഇൻസ്റ്റാൾ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ടോ കേട്ടോ. ഇങ്ങോട്ടൊന്നും ട്രാക്ക് ഇട്ടിട്ട് പോലില്ല, ട്രാക്കിൻ്റെ പണി നടക്കുന്നുള്ളൂ. പുതിയ പാലം വരുന്നുണ്ട്, നല്ല പൊക്കമുണ്ട് കേട്ടോ പാലത്തിന്. ഡബിൾ സ്റ്റാക്കിനുള്ള ലൈനാണ് പണിയുന്നത് ഇവർ. Bibara. One more crossing. Nalagoda 3784, Danapur, Secunderabad. സംഘമിത്രയുടെ കുഞ്ഞനിയനാണ് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ സിർപൂർ കാഗസ് നഗർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സിർപൂർ കാഗസ് നഗർ സ്റ്റേഷനിലേക്ക് എത്താം. കാഗസ് നഗർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പേപ്പർ മിൽസിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോം. മിക്കവാറും നമ്മളിവിടെ കിടക്കും കുറച്ച് നേരം. ഇപ്പോൾ സമയം 4:43 ആവുന്നേ ഉള്ളൂ. 5 മണി കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പോകുള്ളൂ. നമ്മൾ മിക്കവാറും കുറച്ച് നേരം അവിടെ ലൂപ്പിൽ കിടക്കും. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ് അത്. ഇവിടെ വെച്ച് നമ്മൾ മിക്കവാറും നമ്മുടെ ഗരീബ് തോട്ടേക്ക് ഇത് പോകും. ഇവിടെ സത്യം പറഞ്ഞാൽ വന്ദേ ഭാരത്തിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്, നേരത്തെ പിടിച്ചിട്ടത്. ഇവിടെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് ക്രോസിംഗ് വല്ല ഇവിടെ വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. പൊളി സാധനം കേട്ടോ ഇത്. നല്ല ബോഡി വർക്കാണ് ഇതിൻ്റെ. അപ്പുറത്ത് ഏതൊരു ട്രെയിൻ വന്നിട്ടുണ്ട്, ഒരു LHB കോച്ച്. പൂനെ കാസിപേട്ട് എക്സ്പ്രസ് ആണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. പൂനെ കാസിപേട്ട് എക്സ്പ്രസ് അവിടെ വന്നിട്ടുണ്ട്. സമയം ഇപ്പം 4:45. ഇവിടെ 5:15 നമുക്ക് ഡിപ്പാർച്ചറുള്ളൂ. അരമണിക്കൂർ നമ്മളിവിടെ കിടക്കും. ഈ റൈറ്റ് സൈഡ് ഫ്ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് ട്രെയിൻ വല്ലതും വന്നാൽ, ക്രോസിംഗ് വണ്ടി വല്ലതും വന്നാൽ കാണാനും പറ്റില്ല. അപ്പോൾ ഇതാണ് സിർപൂർ കാഗസ് നഗറിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. നമ്മൾ നിന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ഷെൽട്ടർ ഒന്നുമില്ല, നല്ല വെയിലത്താണ് നിർത്തിയത്. ഇവിടെ നമ്മൾ അരമണിക്കൂർ കിടക്കും. ഇപ്പുറത്തെ സ്റ്റാർട്ടർ, മെയിൻ ലൈനിൻ്റെ സ്റ്റാർട്ടർ മഞ്ഞ വിത്ത് റൈറ്റിലേക്ക് റൂട്ട് ഇൻഡിക്കേറ്റർ. അപ്പുറത്തുനിന്ന് നമ്മുടെ ഗരീബ് രഥ് എക്സ്പ്രസ് കയറി വരുന്നുണ്ട് മെയിൻ ലൈനിൽ കൂടെ. എന്താണ് മഞ്ഞ റൈറ്റിലേക്ക് റൂട്ട് മനസ്സിലാവുന്നില്ല. വിജയവാഡയുടെ 22515 വിത്ത് ഡെഡ് ട്രീസ്.
2515 നമ്മൾ വിജയവാഡ വെച്ച് കണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഹസരത്ത് നിസാമുദ്ദീനിലേക്കുള്ള ഗരീബ് എക്സ്പ്രസ് ആണ്. ചെന്നൈ ഡൽഹി റൂട്ടിലെ ചീപ്പസ്റ്റ് ട്രെയിനാണിത്, ചീപ്പസ്റ്റ് AC ട്രെയിൻ. 2 ജനറേറ്റർ റണ്ണിങ്. ഇതിൻ്റെ റേക്ക് ഉപയോഗിച്ച് ചെന്നൈ കൊല്ലം സ്പെഷ്യൽ ഓടുന്നുണ്ട് ഈ വെക്കേഷൻ കാലത്ത്. ചെയ്യാത്തതുകൊണ്ട് ഞാൻ അകത്ത് പോയിരിക്കുന്നുണ്ട്. ഇതാണ് പേപ്പർ മില്ല്. SPM. സിർപ്പൂർ പേപ്പർ മിൽസ്. നമ്മളങ്ങനെ സിർപ്പൂർ കാഗസ് നഗറിൽ നിന്ന് പുറത്താണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. സിർപ്പൂർ കാഗസ് നഗർ. നമ്മൾ റൈറ്റ് ലൈനിലോട്ട് കയറുക. ഇങ്ങനെ ഇവിടെ 3rd ലൈൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. നമുക്കിനി ഏകദേശം 70 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ബലാർഷയിലേക്ക്. ഏതാണോ വണ്ടി? റോയപ്പുരത്തിന് 30378 ആണല്ലോ. അപ്പോൾ ചർലപ്പള്ളി ചർലപ്പള്ളി തിരിച്ചാണ് ദർഭംഗ ചർലപ്പള്ളി ആയിരിക്കും. കുറേ പേരുകളുണ്ട്. ദർഭംഗ ചർലപ്പള്ളി സ്പെഷ്യലാണെന്ന് തോന്നുന്നു വണ്ടി. അത് നമ്മളങ്ങനെ സിർപ്പൂർ കാഗസ് നഗറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. എന്തുകൊണ്ടോ മൈക്ക് ഓഫായിരുന്നു. ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടാണ് അവൻ നിന്നത്. മൈക്കിൻ്റെ ചാർജ് തീർന്നാവാൻ സാധ്യത. എന്തുകൊണ്ടോ അത് ഓഫായിപ്പോയി. ആണ് ഇപ്പുറത്തെ സൈഡിലെ ട്രാക്കിൽ എന്തോ ഒരു വണ്ടി കിടപ്പുണ്ട്. ഒരു DG4ഉം എന്തോ ഒരു യൂട്ടിലിറ്റി വെഹിക്കിളും. അതുകൊണ്ടാണോ എന്നറിയില്ല നമ്മൾ ഇപ്പുറത്തെ ലൈനിലോട്ട് കയറ്റി വിട്ടത്. ഇതാണ് ഇലക്ട്രിഫിക്കേഷൻ്റെ വെഹിക്കിളാണ്. കാസിപ്പേട്ടിൻ്റെ 12576 ആണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ തെലങ്കാനയുടെ എൻഡിലേക്ക്, മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കടത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബലാർഷയിൽ വെച്ച് നമ്മൾ മഹാരാഷ്ട്രയിലോട്ടും കയറും, അതുപോലെ നമ്മൾ സെൻട്രൽ റെയിൽവേയിലേക്കും കയറും. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു മെമു വരുന്നുണ്ട്. വരികയല്ല, അവിടെ നിന്ന് കിടക്കുകയാണ്. എന്താണോ നിന്ന് കിടക്കുന്നത്? കാസിപ്പേട്ടിലേക്കുള്ള മെമു ആണ്.
കിടുക്കാച്ചി പോക്കാണ്. ഇതൊരു ഫോറസ്റ്റ് പോലെയാണ് കണ്ടിട്ട് പ്രദേശം. സിർപ്പൂർ ടൗൺ സ്റ്റേഷനായിരുന്നു. തമിഴ്നാട് എക്സ്പ്രസ്. തമിഴ്നാട് എക്സ്പ്രസ്സിനൊക്കെ ഫസ്റ്റ് എ സി ഉണ്ട്, കേരളയ്ക്ക് ഫസ്റ്റ് എ സി ഇല്ല. G5 holder. രത്ലാം ഷെഡിൻ്റെ ലോക്കോതാണ്. മാക്കുടി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇത് മഹാരാഷ്ട്രയാണ്. കറക്റ്റ് ഇടയ്ക്ക് വെച്ച് നമ്മുടെ എൻട്രിയിൽ ആളുണ്ടായിരുന്നു ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ. കട്ട് ചെയ്യേണ്ടി വന്നു. മാക്കുടിയാണ് മഹാരാഷ്ട്രയിലത്തെ ആദ്യത്തെ സ്റ്റേഷൻ. സിർപ്പൂർ ടൗൺ ആയിരുന്നു ഇവിടുത്തെ തെലങ്കാനയുടെ ലാസ്റ്റ് സ്റ്റേഷൻ. നല്ല പുറക്കുന്നുണ്ടോ നമ്മൾ. നമുക്കിനി കുറച്ച് ദൂരം കൂടി ഉണ്ട് ബലാർഷയിലേക്ക്. ഫ്ലൈറ്റുകളുടെ ഒരു പൂരമാണ്. ചറവറാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബലാർഷയ്ക്ക് തൊട്ട് മുമ്പത്തെ സ്റ്റേഷൻ മാണിക്ഗഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രൈറ്റർ നമുക്ക് പാറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. ഷണ്ടിങ് ആണോന്നൊരു സംശയം. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. എന്തായിരുന്നു സംഭവം? എന്തായാലും നിർത്തിയാണ് നമ്മുടെ സ്റ്റാർട്ടർ മാറി നമ്മൾ അനങ്ങി. ആണ്. മണി ഇപ്പം ഏകദേശം 6 ആകാറായി. 6:01 6:01 6:15 നമ്മുടെ ബലാർഷ അറൈവൽ ടൈം. ഇവിടെ നിന്നൊരു 9 കിലോമീറ്റർ കൂടെ ഉണ്ടാവും. പിന്നെ എവിടെയും പിടിച്ചിട്ടില്ല തന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് ബലാർഷ പോയി കയറും. ബലാർഷ വെച്ച് മിക്കവാറും നമ്മുടെ പേരന്റ് ട്രെയിനെ ക്രോസ് ചെയ്യും. നമ്മുടെ പേരന്റ് ട്രെയിൻ ഏകദേശം 3 മണിക്കൂറിനടുത്ത് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് ലൈനിൽ ജയ്പൂർ ചെന്നൈ എക്സ്പ്രസ് വരുന്നുണ്ട്.
റോയപ്പുറത്തിന് 3900. നമ്മളിപ്പോൾ ബലാർഷയിലായിട്ട് അടുക്കുന്നു. ബലാർഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ വാർധാ നദി കടക്കും. വാർധാ നദി കടന്ന് നേരെ ബലാർഷയിലേക്ക് കയറും. ഇതാണ് വർധ പുൽ, വർധ ബ്രിഡ്ജ്. വർധ എന്നാണ് ഈ നദിയുടെ പേര്. അങ്ങനെ കള്ളന്മാരൊന്നും കണ്ടില്ല. അപ്പുറത്തെ സൈഡിലൊന്നും അറിയില്ല. കാര്യം ഇവിടെ റെയിൽവേയുടെ ഒരു കൗണ്ടർ പോലെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലാണോ എന്നറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ സെൻട്രൽ റെയിൽവേയിലേക്ക് കയറുകയാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും സെൻട്രൽ റെയിൽവേയിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ റെയിൽവേ പരിധിയിലാണ്. സെൻട്രൽ റെയിൽവേയുടെ നാഗ്പൂർ ഡിവിഷനിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മൾ സദേൺ റെയിൽവേയിലെ യാത്ര തുടങ്ങി. സൗത്ത് സെൻട്രൽ റെയിൽവേ കയറി, അവിടുന്ന് സെൻട്രൽ റെയിൽവേയിൽ കയറി. ഇനി നമ്മൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലും നോർത്ത് സെൻട്രൽ റെയിൽവേയിലും നോർത്തേൺ റെയിൽവേയിലും പോയി നമ്മുടെ യാത്ര അവസാനിപ്പിക്കും. ഫ്രണ്ടിലായിട്ട് ബലാർഷ ഹോം സിഗ്നൽ കാണാം. ആംബറാണ്. അതിനപ്പുറത്തെ പുക കാണുന്നില്ലേ? പുക കാണുന്നതാണ് എൻ്റെ അറിവിലെ ബല്ലാർപൂർ പേപ്പർ മിൽസ്. ലെഫ്റ്റ് സൈഡിൽ ബലാർഷയിലെ പിറ്റ് ലൈൻസ് ആണ്. ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നന്ദിഗ്രാം എക്സ്പ്രസ്സിന് റേക്ക് കിടക്കുന്നുണ്ട്. ബലാർഷ മുംബൈ നന്ദിഗ്രാം എക്സ്പ്രസ്. വത്സാട്ടിനൊരു G9 കിടക്കുന്നുണ്ട്. ഈ നന്ദിഗ്രാം എക്സ്പ്രസ്സിനൊരു ട്രിപ്പ് ഞാൻ നേരത്തെ കഴിഞ്ഞ മൺസൂണിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്കന്ന് എന്തോ ഒരു ഓഫീസ് കാര്യം വന്നിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു വളരെ യുണീക്ക് റൂട്ട് വഴി പോയിട്ട് അങ്ങനെ ആദിലാബാദ്, നാന്ദേഡ് അങ്ങനെ ബോംബെയിലോട്ട് പോകുന്നൊരു ട്രെയിനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ അതിനു വേണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലൂടെ കയറാൻ പോകുന്നതെന്ന് അറിയില്ല. ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും പ്ലാറ്റ്ഫോം വരുന്നത്. ഇതാണ് ബലാർഷ കോച്ചിങ് ഡിപ്പോ. ഭുസാവലിലൊരു P4 കിടക്കുന്നുണ്ട്. 22834. അത് അയണൂറാണ് ലോഡ് ചെയ്യുന്നത്. അതൊരു ഇത് കണ്ടില്ലേ, JCB പോലൊരു ബാക്കോ ലോഡറാണോ എന്ത് ലോഡറാണെന്ന് അറിയില്ല. ഒരു സാധനം വന്ന് ലോഡ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളങ്ങനെ ബലാർഷ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ് നമ്മൾ എത്തുന്നത്. ഞാൻ പറഞ്ഞ ഇവിടുന്ന് സെൻട്രൽ റെയിൽവേ നാഗ്പൂർ ഡിവിഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇതേ പ്ലാറ്റ്ഫോമിലായിരുന്നു വന്നത്. അന്ന് വെച്ചിട്ട് പ്ലാറ്റ്ഫോം റിനോവേഷൻ വർക്കൊക്കെ നടക്കുമായിരുന്നു. ഇവിടെ നിന്ന് ചാർജ് എടുക്കാനുള്ള പുതിയ ഗാർഡ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ക്രൂ ചേഞ്ച് ഉണ്ട് നമുക്കിവിടെ. അതിന് പറയേണ്ട ആവശ്യമില്ല. ഡിവിഷൻ ചേഞ്ച് ആകുമ്പോൾ ഒബ്വിയസ്ലി ക്രൂ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ ഒരു സ്റ്റോളിൽ ഓംലെറ്റ് ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രൂട്ട്സ് കിട്ടും. പഴം ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ ഇതിലും പഴമുണ്ട്. പഴം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. വീട്ടിൽ പഴം എക്സ്ട്രാ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പഴം എടുത്തുകൊണ്ടുവന്നുണ്ട്. പഴം മേടിക്കേണ്ട. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്.
ഒരു മെമു കിടക്കുന്നു. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ 6:14 ബലാർഷിലെത്തി. 1 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഇതാണ് സെൻട്രൽ റെയിൽവേയിലെ ആദ്യത്തെ സ്റ്റേഷനായ ബലാർഷ. അപ്പം നമ്മളങ്ങനെ ബലാർഷന്ന് പുറപ്പെട്ടു. നമ്മുടെ പേരന്റ് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് സൈഡ് മറിയാം. ഇപ്പോഴത്തെ സൈഡിലായിട്ടൊരു ഫ്രൈറ്റർ ഉണ്ടായിരുന്നു. ഇതിന് വാഗണൈനായിരുന്നു ആണ് എൻ്റെ ഒരു ഓർമ്മ. അതാണ് ബലാർഷ പ്ലാറ്റ്ഫോം നമ്പർ 1. തെക്കോട്ടുള്ള വണ്ടിയുടെ 1-ലും വടക്കോട്ടുള്ള വണ്ടിയുടെ 4-ലുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ ഒരുപാട് കവറേജ് ഒന്നും പോസിബിൾ അല്ല. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചന്ദ്രാപൂർ കൊണ്ട് എനിക്കൊന്ന് കാണിക്കാൻ പറ്റും തോന്നുന്നു. ചന്ദ്രാപൂർ ഇവിടെ നിന്നൊരു കഷ്ടിച്ചൊരു 10-12 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ചന്ദ്രാപൂർ കൊണ്ട് കാണിച്ചിട്ട് അതോടുകൂടി ഇന്നത്തെ ഡേ വിഷ്വൽസ് വരും. പിന്നെ നമുക്ക് സേവാഗ്രാമിൽ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാഗ്പൂരിൽ സ്റ്റോപ്പുണ്ട്. ഡിന്നർ ഞാൻ പാൻട്രി കാറിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ചന്ദ്രാപൂർ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. കാരണം ഭയങ്കര തലവേദന. ഓപ്പോസിറ്റ് ലൈനിൽ നമ്മുടെ പേരിംഗ് ട്രെയിൻ വരുന്നുണ്ട്. 12626 ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ കേരള എക്സ്പ്രസ്. ഇന്ന് 3 മണിക്കൂറെടുത്ത് ലേറ്റാണ് വണ്ടി. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇത് കേരള എക്സ്പ്രസ് അല്ല കേട്ടോ. ഇതൊരു G9 ആണ്. 3206. ഇത് NMG രേഖ. കേരളത്തിന് പുറകിലുണ്ട്. തേർഡ് ലൈനും കൂടെ കേരള കയറി വരുന്നുണ്ട്. ഇല്ല, ഇതാണ് ഇവിടുത്തെ പേപ്പർ ഫാക്ടറി ഇൻ്റർവ്യൂവിൽ. പേപ്പർ ഫാക്ടറി ആണ്, വേറെ വല്ല ഫാക്ടറി ആണോ എന്നറിയില്ല. ആവും 37292. നല്ല പറക്കൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാബുപേട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷം കൊങ്കു എക്സ്പ്രസ് വന്നപ്പോൾ ബാബുപേട്ടിൽ വെച്ചായിരുന്നു നമ്മുടെ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത് പോയത്. എന്തോ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഇതേതാ വണ്ടി ഒരു പിടിയില്ല കേട്ടോ.
ഇവിടെ ചന്ത ഫോർട്ട് എന്ന റൈറ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അത് ആക്ച്വലി ഇവിടുന്ന് സ്ഥലപ്പേരെ മറന്നുപോയി, കാട്ടിനകത്ത് കൂടെ പോകുന്നതാണത്. സ്ഥലപ്പേരെ മറന്നുപോയി. അങ്ങോട്ട് പോകുന്നതാണ് ഈ ലൈന്. നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ധർത്തിയാബ എക്സ്പ്രസ്സോ അങ്ങനെ ഏതോ വണ്ടി ഇതുവഴിയാണ് തോന്നുന്നു പോകുന്നത്. എൻ്റെ അറിവിലൂടെ ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കൂളിംഗ് ടവേഴ്സ് കാണാം. അതിൻ്റെ അതെ, ലൂപ്പ് ലൈനിലെ പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ ചന്ദ്രാപൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം. അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1, ഈ കാണാൻ സ്റ്റേഷൻ ബിൽഡിങ്. നമ്മൾ ആ ബാബുപേട്ടിൽ വെച്ച് ക്രോസ് ചെയ്ത വണ്ടി ജബൽപൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആയിരുന്നു. ആണ് ചന്ദ്രാപൂരിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ഇതാണ് നമ്മൾ ചന്ദ്രാപൂരിൽ നിർത്തിയ പ്ലാറ്റ്ഫോം. നമ്മൾ എത്ര മണിക്ക്? നമ്മൾ 6:40 ഇവിടെ എത്തിയത്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലമാണ്. ലക്നൗ യശ്വന്ത്പൂർ എക്സ്പ്രസ്. ഇതേ റേക്കാണ് ഞായറാഴ്ചത്തെ യശ്വന്ത്പൂർ മാംഗ്ലൂർ സെൻട്രൽ വീക്കിലി ആവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന അവസാനത്തെ ക്രോസിംഗ് ആയിരുന്നു അത്. പിന്നെ നമ്മളും പുറപ്പെടുകയെന്ന് തോന്നുന്നു. ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. 6:41. ഇപ്പോൾ 9 മിനിറ്റ് ലേറ്റ്. ഇപ്പം 42. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പകൽ വിഷ്വൽസ് അവസാനിക്കുകയാണ്. ഇതിനും പകലിനൊന്നും വിളിക്കാൻ പറ്റില്ല. എന്നാൽ ഇതോടുകൂടി ഇന്നത്തെ പകൽ വിഷ്വൽസ് അവസാനിക്കുകയാണ്. നമുക്കിനി സേവാഗ്രാം സ്റ്റേഷൻ, ഞാൻ ഉറങ്ങിപ്പോയില്ലെങ്കിൽ സേവാഗ്രാം സ്റ്റേഷൻ, അത് കഴിഞ്ഞ് നാഗ്പൂർ സ്റ്റേഷൻ. നാഗ്പൂർ സ്റ്റേഷൻ എന്തായാലും കാണിക്കും. നാഗ്പൂർ സ്റ്റേഷൻ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിഷ്വൽസൊക്കെ നമ്മുടെ അടുത്ത പാർട്ടിലാണ് വരിക. ചന്ദ്രപൂർ. നമ്മൾ ജസ്റ്റ് സേവാഗ്രാം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. സ്കെഡ്യൂൾഡ് ഹോൾട്ടാണ്. നമ്മളൊരു അല്പം ലേറ്റ്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഔട്ടറിൽ കിടക്കുമായിരുന്നു, ഹോമിൽ കിടക്കുമായിരുന്നു. ഹോമിനപ്പുറം ആക്ച്വലി, ഹോമിലല്ല, അതിന് മുമ്പിലത്തെ ക്യാബിനിൽ കിടന്നു കുറേ നേരം. നമ്മൾ ജസ്റ്റ് സേവാഗ്രാമിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് വന്നിരിക്കുകയാണ്. സമയം 8:26. 8:03 വരുന്ന വണ്ടിയായിരുന്നു. 23 മിനിറ്റ് നമ്മൾ ലേറ്റാണ്. സേവാഗ്രാം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് വർധ. സേവാഗ്രാമിലായിരുന്നു ഗാന്ധിജിയുടെ പ്രവർത്തന മേഖല കുറേ കാലം. ഈ വലയിട്ടിട്ടുള്ള ഈ ബാരിക്കേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമുക്കതിനകത്ത് എന്താ നടക്കുന്നതെന്ന് കാണാം. വെളിച്ചം പാസ്സാവുകയും ചെയ്യും. സേഫ്റ്റി പ്രശ്നങ്ങളുമില്ല.
എങ്ങനെയാണെന്ന് അറിയില്ല, കറക്റ്റായിട്ട് വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നമ്മുടെ കോച്ച് വന്നിരിക്കും. സമയം ഇപ്പോൾ 8:29 ഇപ്പോൾ വാച്ചില്ലേ. റെയിൽവേ ക്ലോക്കിൽ സമയം വ്യത്യാസം ഉണ്ടാവും. റെയിൽവേ ക്ലോക്കിൽ 8:27 ആയിട്ടുള്ളൂ, 2 മിനിറ്റ് സ്ലോ ആണ്. ഇതാണ് സേവാഗ്രാം സ്റ്റേഷൻ. നമ്മൾക്കൊരു 24 മിനിറ്റോളം നമ്മൾ ലേറ്റാണ്. നമ്മൾ സേവാഗ്രാമിൽ നിന്ന് പുറപ്പെട്ടു. വളരെ പെട്ടെന്ന് നിർത്തിയെടുത്തു കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ക്രൂ മോസ്റ്റ്ലി എനിക്കത് നാഗ്പൂർ വരെ ആയിരിക്കും. കാര്യം നാഗ്പൂരിൽ നിന്ന് പിന്നെ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഹോൾട്ട് ഇറ്റാർസിയിൽ. നാഗ്പൂർ ഇറ്റാർസി വണ്ടിക്ക് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. 9 മണിക്ക് 9:30 എങ്ങാണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി 2:30 അങ്ങാണ്ടാണ് അവിടെ എത്തുന്നത്. അങ്ങനത്തെ ഒരു ടൈം ആവും. എന്തായാലും കുറച്ചധികം നേരം നോൺ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും നാഗ്പൂർ ക്രൂ ചേഞ്ച് ഉണ്ടാവും. അപ്പം നമ്മളങ്ങനെ സേവാഗ്രാമിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് നാഗ്പൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നർ ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് പോലെ തന്നെ താലിയാണ് ഓർഡർ ചെയ്തത്. ഉച്ചക്കലത്തെ അതേ മെനു എന്ന് തോന്നുന്നു. ഉരുളക്കിഴങ്ങ്, ഒരു പനീർ കറി എന്ന് വിളിക്കാൻ തരണം, പരിപ്പ്, ചോറ്, 3 പൊറോട്ട. ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ചപ്പാത്തിയുടെ കറി കൊള്ളാം. നാഗ്പൂരിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഞാൻ നാഗ്പൂർ ടൗണിലേക്ക് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലമാണത് നാഗ്പൂർ. നമ്മുടെ കോച്ചിൻ്റെ വാതിലുകളൊക്കെ ഓക്യുപ്പൈഡ് ഉണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത കോച്ചിൻ്റെ വാതിലിൽ നിൽക്കുന്ന തൊട്ടടുത്ത B1 ആണെന്ന് തോന്നുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ നാഗ്പൂരിന് പ്ലാറ്റ്ഫോം നമ്പർ 1 പ്രവേശിക്കുന്നു. ट्रेन दिख गया ना? हाँ ठीक है, B1 पे आना है, B1 पे. ഇതാണ് നാഗ്പൂർ ജംഗ്ഷൻ. हाँ B1. हाँ तो B1 उसके पीछे होगा, B2 से पीछे. മൊത്തം എന്തോരം പാർസൽ കയറാനുള്ള ഇവിടുന്ന്. നമ്മുടെ വണ്ടികളായിരിക്കില്ല കേട്ടോ. നമുക്കുള്ള ക്രൂ നിൽക്കുന്നുണ്ട് ഇവിടെ. നല്ല അടിപൊളി തിരക്ക് കയറാണ്ട് കണ്ടോ ഇവിടുന്ന്. കാരണം തിരക്ക് കണ്ടോ. ഇവിടെ വന്ന് ഇറങ്ങുന്നവർ ടിക്കറ്റ് പിടിക്കാനുള്ള TT സ്ക്വാഡ് നിൽക്കുന്നുണ്ട്. ഈസിയിലോട്ടും ഒരുപാട് യാത്രക്കാർ കയറാൻ കേട്ടോ ഇതിലോട്ട്. സ്റ്റേഷൻ എൻട്രൻസ്. സ്റ്റേഷനിലേക്ക് റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് ഫുള്ളായിട്ട് തുറന്നിട്ടുണ്ടാവില്ല. आगे साइड में अभी जा रहे हैं, अभी रुका नहीं है, जा रहा है. आगे साइड में ही रुकेगा. हाँ സമയം 9:39. ഇവിടെ ഒരു ഹൽദിറാംസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ ബിൽഡിംഗ് ആട്ടോ. നമുക്ക് ഒരിക്കൽ പകലിവിടെ വരണം ഇത് എക്സ്പ്ലോർ ചെയ്യാൻ. ടയറിംഗ് റൂമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ നാഗ്പൂരിലെ ഫേമസ് ബ്രിഡ്ജിൻ്റെ താഴെ വന്നത്. തൊട്ടടുത്ത് ഒരു സ്റ്റാർട്ട് സിഗ്നൽ ഉണ്ട്. ഇതാണ് നമ്മുടെ കോച്ച് വന്നത്. സമയം 9:40. ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഈ പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പാർട്ട് 3 നാളെ രാവിലെ നേരം വെളുക്കുന്ന അവിടെ മുതൽ നമുക്ക് തുടങ്ങാം.
അപ്പോൾ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള മെത്തേഡ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. നാഗ്പൂരിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് ഓറഞ്ച് ഗേറ്റ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വളരെ ഫേമസ് ബ്രിഡ്ജാണ്. പാലത്തിന് നമ്മൾ വിസിറ്റ് കൂടുകയാണ്. ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഇത് കണ്ടോ, എന്ത് താന്ന് കിടക്കുന്നുണ്ട്. അത് വളരെ താന്നിട്ടേ ഫുട് ഓവർ ബ്രിഡ്ജ്. നമ്മളാണെങ്കിൽ ഒരു ലൂപ്പ് പകുതി കയറി നിൽക്കുന്നത് കണ്ടോ. ഒരു ലൂപ്പിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നത്. അതൊക്കെ എന്ത് ലേ ഔട്ടാണോ. 9:47 സമയം. നമ്മൾ നാഗ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്ട് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത പാർട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന അവിടെ മുതൽ നമ്മൾ അടുത്ത പാർട്ട് ആരംഭിക്കുന്നതാണ്. അപ്പോൾ വേറെന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത പാർട്ടും കൂടെ കണ്ട് സഹായിക്കുക എല്ലാവരും. അടുത്ത പാർട്ട് അടിപൊളി വന്നിരിക്കുന്നു. So this is Binay Shankar signing off from Platform 7. See you again in the next part of this video. Have a great day. And ഉറങ്ങാൻ പോവാണ്. Good night ആണ്. See you in the next video. Until then, bye-bye.